ഇന്നലെ നല്ലൊരു സോംബി പടത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, ദ ഡോൺ ഓഫ് ദ ഡെഡ്. അതിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ട് പിന്നീട് സിനിമ വന്നായിരുന്നു. സാക് സ്നൈഡറിൻ്റെ തന്നെ സിനിമയായിരുന്നു അതും. അതാണ് ആർമി ഓഫ് ഡെഡ്. ആർമി ഓഫ് ഡെഡ് എനിക്ക് ചെറിയ കൺഫ്യൂഷൻ വരും കേട്ടോ. ഈ ഇടയ്ക്ക് ഞാൻ വാക്കിംഗ് ഡെഡുമായിട്ട് മിക്സ് ചെയ്യും. സോറി, അത് പ്രശ്നമാണ്. ആർമി ഓഫ് ഡെഡ് ആണ് ഞാൻ പറയുന്ന സിനിമ. ആർമി ഓഫ് ഡെഡ് 2023 വന്ന പടമാണ്. എന്നാൽ നമ്മൾ ഡോൺ ഓഫ് ദി ഡെഡ് കണ്ടിട്ട് ഒരാളും ഇൻസ്പയർ ചെയ്ത് പോയി ആർമി ഓഫ് ഡെഡ് കാണല്. ഞാൻ ഇന്നലെ ഡോൺ ഓഫ് ദി ഡെഡ് കുറെ കാലങ്ങൾ കൂടി കണ്ടപ്പോഴത്തേക്കും ഒരു ആഗ്രഹം, എന്തായാലും ആർമി ഓഫ് ഡെഡും കാണണം. അങ്ങനെ നേരെ നെറ്റ്ഫ്ലിക്സിൽ കണ്ടതാണ്. പക്ഷേ എൻസെമ്പിൾ കാസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ആ ഡോൺ ഓഫ് ദി ഡെഡിന്റെ 7 അയൽവക്കത്ത് അല്ലെങ്കിൽ ഡോൺ ഓഫ് ദി ഡെഡ് 10 സ്കോർ കൊടുക്കാമെങ്കിൽ ഇനി 2.5 പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് സിനിമ ചെയ്തു വെച്ചേക്കുന്നത്. ആർമി ഓഫ് ഡെഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് മെയിൻ കഥാപാത്രം ചെയ്യുന്നത് ഡേവ് ബാറ്റിസ്റ്റയാണ്, നമ്മുടെ പഴയ WWE ബാറ്റിസ്റ്റ. പുള്ളി ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചെയ്തിട്ടുണ്ട്. പല കുറെ ഇമോഷണൽ സീൻസ് ഉണ്ടായിരുന്ന സിനിമയാണ് ഇതിനകത്ത്. ഇമോഷണൽ സീൻസിനകത്ത് ചില സീൻസിലൊക്കെ പുള്ളി നല്ല മെച്യൂർ ആയിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ ചില ഭാഗങ്ങളിൽ കോമഡി ആയി പോയിട്ടുണ്ട്. എക്സ്ട്രീം ഇമോഷണൽ സീനൊക്കെ വരുമ്പോഴത്തേക്കും പുള്ളി ചെറുതായിട്ട് കയ്യിൽ നിന്ന് പോകുന്ന പോലെയൊക്കെ തോന്നി. പിന്നീട് ഒരു മറിയ ക്രൂസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ് ഒരു സെക്കൻഡ് ഹീറോയിനായിട്ട് വരുന്നത്. പുള്ളിക്കാരി ഇതിന് മുമ്പുള്ള വേറൊരു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോറെവർ പഡ്ജാണ്. ഫോറെവർ പഡ്ജിന്റെ കാര്യം പറയാനാണെങ്കിൽ പുള്ളിക്കാരി ഭയങ്കര കോമഡി അതിനകത്തും. ആ സെയിം കോമഡി ഈ ആർമി ഓഫ് ഡെഡിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിക്കാരി ചെയ്യുന്ന എല്ലാം എന്ത് കാര്യം ചെയ്താലും പക്ക ആർട്ടിഫിഷ്യാലിറ്റിയാണ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഈ നടി പിന്നെ സിനിമകളിൽ വരുന്നത് ഡയറക്ഷൻ അല്ല അഭിനയം എന്ന് പറയുന്ന സാധനം ഒരു തേങ്ങയില്ലാത്തൊരു നടിയാണ് മറിയ ക്രൂസ്. പിന്നെ കുറെ എൻസെമ്പിൾ വേറെ കാസ്റ്റും വേറെ കുറെ പേരുണ്ട്, പറയാനായിട്ടാണെങ്കിൽ കുറെ പേരുണ്ട് അതിനകത്ത്. കഥയുടെ ഇതിവൃത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോൺ ഓഫ് ദ വാക്കിംഗ് ഡെഡിനകത്ത് കാണിക്കുന്ന സോംബി സ്പ്രെഡ് ചെയ്ത് ഓരോ ഭാഗങ്ങളായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ആർമി ഓഫ് ഡെഡിനകത്ത് കഥ തുടങ്ങുന്നത് തന്നെ അമേരിക്കൻ സിറ്റി ആയിട്ടുള്ള നവാഡ ഫുള്ളായിട്ട് ഇവരുടെ കയ്യിലായി. അതായത് ആദ്യമേ ഒരു അതീവ രഹസ്യമുള്ളൊരു കണ്ടെയ്നറായിട്ട് കുറച്ച് ജീപ്പ് പോകുന്നു പട്ടാളക്കാർ. ആ പോകുന്ന കണ്ടെയ്നറിനകത്ത് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. വേറൊരു കാറുമായിട്ട് ഇടിച്ചിട്ട് ആക്സിഡന്റ് സംഭവിക്കുന്നു. ആ കണ്ടെയ്നർ തെറിച്ച് വേറൊരു ഭാഗത്തോട്ട് പോയി വീഴുന്നു. ആ കണ്ടെയ്നറിനകത്ത് എന്താന്നുള്ളത് പട്ടാളക്കാർക്ക് പോലും അറിയത്തില്ല. ഭയങ്കര രഹസ്യമായ സംഭവമാണ്. അപ്പോൾ കണ്ടെയ്നർ തെറിച്ച് പോയി വീഴുമ്പോഴത്തേക്കും ആ വീഴ്ചയുടെ ആഘാതത്തിൽ കണ്ടെയ്നർ തുറന്നു പോകുന്നു. കണ്ടെയ്നർ തുറന്നു പോകുമ്പോഴത്തേക്കും ഇവര് വിളിച്ചു പറയുമല്ലോ, പാക്കേജ് കോംപ്രമൈസ്ഡ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുമല്ലോ മേലെ ഹെഡ് ഓഫീസിലോട്ട്. അപ്പോൾ പറയുന്നുണ്ട് ഒരിക്കലും ആ കണ്ടെയ്നർ അടുത്തോ അല്ലെങ്കിൽ ആ കണ്ടെയ്നർ ഒരു സൈഡിൽ കിലോമീറ്റർ അടുത്ത് പോലും നിൽക്കല് നിങ്ങൾക്ക് ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷേ പട്ടാളക്കാർ ഇത് അറിഞ്ഞ് മാറുന്നതിന് മുമ്പ് തന്നെ ഈ കണ്ടെയ്നർ വീഴ്ചയിൽ തുറന്നു പോകുന്നു. ആ കണ്ടെയ്നറിനകത്തുനിന്ന് ഒരു സോംബി ഇറങ്ങുന്നു. സോംബി ഈ പട്ടാളക്കാരെ മൊത്തം കൊല്ലുന്നു. ഈ സോംബി നേരെ പോകുന്നത് നവാഡയിലുള്ള ഒരു പബ്ബും ഭയങ്കര സംഭവമായിട്ടുള്ളൊരു ഇലക്ട്രോണിക് സിറ്റി പോലത്തെ സിറ്റിയിലോട്ടാണ്. അവിടെ ചെന്ന് ഉള്ള ആൾക്കാരെ എല്ലാം കടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരെയൊക്കെ സോംബിയാക്കി മാറ്റുന്നു. അതാണ് കഥയുടെ ഫസ്റ്റ് തുടക്കം ഇതിവൃത്തം. ഇത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഇത് സ്പ്രെഡായി കഴിയുമ്പോഴത്തേക്ക് സെക്കൻഡ് കാണിക്കുന്നത് വെച്ചാൽ സ്കോട്ട് വാർഡ്, നമ്മുടെ ബാറ്റിസ്റ്റയുടെ കഥാപാത്രം സ്വന്തം ഭാര്യ സോംബിയായി ടേൺ ഓൺ ആയിട്ട് കൊല്ലുന്നതാണ്. ആ കൊലപാതകം കഴിഞ്ഞിട്ട് പിന്നീട് കഥ പോകുന്നത് മൊത്തത്തിൽ വെറൈറ്റി ട്വിസ്റ്റിലോട്ടാണ്. ഒരു ജാപ്പനീസ് പുള്ളിയെ കുറേ സിനിമയ്ക്കകത്തേക്ക് കണ്ടിട്ടുണ്ട് ഞാൻ. നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിനകത്തും പുള്ളിയാണോ എന്നൊരു സംശയമുണ്ട്. അപ്പം ജാപ്പനീസ് പുള്ളി വന്നിട്ട് ഒരു ഓഫർ വെക്കുന്നു. അതായത് ഈ നവാഡയിൽ ഒരു ഒളിമ്പസ് എന്ന് പറഞ്ഞിട്ട് വലിയ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിനകത്ത് കുറേ കാശുണ്ട്. കുറേ കാശ് ഒരു സേഫിനകത്ത് വെച്ചിട്ടുണ്ട്. ആ സേഫിലുള്ള കാശ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ 50 മില്യൺ തരാമെന്നും പറഞ്ഞ് അവർ ഓഫർ ചെയ്യുന്നു. അപ്പം ഈ 50 മില്യൺ കിട്ടാനായിട്ട് ഇവരെല്ലാം കൂടെ, അതായത് ഈ ബാറ്റിസ്റ്റയുടെ നേതൃത്വത്തിൽ കുറച്ച് എക്സെപ്ഷണൽ ആയിട്ടുള്ള ആൾക്കാരെ വേണം. കാരണം ഇവർക്ക് പോകേണ്ടത് ഈ സോംബീസിന് നടുക്കൂടെയാണ് ഈ ബിൽഡിങ്ങിലോട്ട് പോകേണ്ടത്. കാരണം ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഫുള്ള് സോംബീസിന്റെ കയ്യിലായി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ ബിൽഡിങ്ങിലോട്ട് പോകുന്നതാണ് കഥ. ഈ കഥയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് കുറച്ച് ഇമോഷണൽ സീൻസ് വരുന്നുണ്ട്. മറ്റേ ബാറ്റിസ്റ്റയുടെ മകള് വരുന്നുണ്ട്. മകളുടെ കൂട്ടുകാരിയെ ഇങ്ങനെ കടത്തി കൊണ്ടുപോയിട്ട് അവിടെ ആ ഭാഗത്ത് കാണാതെ പോകുന്നു. ആ കൂട്ടുകാരെ കണ്ടുപിടിക്കാനായിട്ട് മകള് കൂടെ വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റിലൂടെയാണ് പോകുന്നത്. എന്തായാലും കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സോ നേരെ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. പക്ഷേ ഇതിനകത്ത് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ള സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള സോംബി സിനിമയ്ക്കകത്തൊക്കെ നമ്മൾ സോംബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാക്കിംഗ് ഡെഡ് എന്ന് പറഞ്ഞ സോംബി സീരീസിനകത്തൊക്കെ സോംബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പതിയെ ശബ്ദത്തിനെ മാത്രം ആശ്രയിച്ചാൽ ഒന്നിലെ കാണുക, സ്മെല്ല് അല്ലെങ്കിൽ ശബ്ദം, ഈ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ആരോഗ്യമില്ലാത്തൊരു ജീവിയായിട്ടാണ് സോംബികളെ, അല്ലെ സോംബി ഒരു മനുഷ്യനെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഡോൺ ഓഫ് ദി ഡെഡിനകത്ത് സോംബി കുറച്ചുകൂടെ ഫാസ്റ്റ് ആൻഡ് ഭയങ്കര അത്ലറ്റിക് പെർഫോമൻസ് ഉള്ള സംഭവം മാറി. അതായത് മനുഷ്യന്റെ തന്നെ സെയിം പവർ, അല്ലെ മനുഷ്യനേക്കാളും കൂടുതൽ പവറുള്ള സോംബിയായിട്ട് മാറി. സോംബികൾക്ക് മനുഷ്യനേക്കാളും കൂടുതൽ
പെർഫോമൻസ് ഉള്ള രീതിയിലാണ് ഡോൺ ഓഫ് ദി ഡെഡ് കാണിച്ചത്. എന്നാൽ ഈ ആർമി ഓഫ് ദി ഡെഡിൽ വരുമ്പോഴത്തേക്കും ഡയറക്ടറിന് ബ്രില്യൻസ് ആണ്. 2 തരം സോംബീസ് ഉണ്ട്. ഒരെണ്ണത്തിന് പഴയ പോലെ തന്നെ കുറച്ച് അത്ലറ്റിക് ചെറിയ പവറൊക്കെ ഉള്ള സോംബികൾ, പിന്നെ രണ്ടാമത്തെ ഒരു ആൽഫ എന്ന് പറഞ്ഞൊരു ടീം വന്നിട്ടുണ്ട്. ആൽഫ എന്ന് പറഞ്ഞൊരു സോംബി സീരീസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൽഫ സീരീസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യനെ പോലെ തന്നെ ഭയങ്കര ബുദ്ധിയാണ്, സ്വയമായിട്ട് ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന സോംബീസാണ് ആൽഫ. അങ്ങനെ ആൽഫ സോംബീസിന്റെ കീഴിലുള്ള സ്ഥലത്താണ് ഈ ടവർ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒളിമ്പസ് പറഞ്ഞ ടവർ സെറ്റ് ചെയ്യുന്നത്, അല്ലെ ഒളിമ്പസ് പറഞ്ഞ വലിയ ഫ്ലാറ്റ് ബിൽഡിംഗ് നിൽക്കുന്നത്. അവരെപ്പോഴത്തേക്കും അങ്ങോട്ട് പോകുന്നതാണ് സംഭവം മൊത്തം. അതിനകത്ത് സോംബി ടൈഗറിനെ കാണാൻ പറ്റും. സോംബി ടൈഗർ, അതുപോലെ ആൾക്കാരുടെ കോസ്റ്റ്യൂമും അതിന്റെ മറ്റേ എന്ത് പറയണ്ട ആ മേക്കപ്പ് ഒന്നും രക്ഷയില്ല കേട്ടോ, കിട്ടില്ലെന്നാണ്. അതൊന്നും ഒരു പറയാനുമില്ല. കാരണം വൃത്തായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു സോംബി കുതിര, സോംബി ടൈഗർ, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അതിനകത്തൊരു സോംബി രാജാവിന്റെ ആജ്ഞയുണ്ട്. അവരുടെ സ്ഥലത്തോട്ട് പോയിട്ട് വേണം ഈ ടവറിലോട്ട് എത്താൻ. അപ്പം അവർക്ക് അങ്ങോട്ട് പോകുന്നതും പിന്നീടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. എന്തായാലും ഇവിടെ തൊട്ട് നിങ്ങൾ കണ്ടതിന് തീരുമാനിക്കും. ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് സിനിമയുടെ ഫുള്ള് സബ്ജക്റ്റ് പോകും. എന്തായാലും ഇത്രത്തോളം സിനിമ മൊത്തത്തിൽ കണ്ടിട്ട് എനിക്ക് വലിയൊരു ഇമ്പ്രഷൻ ഒന്നും തോന്നിയില്ല. കാരണം കഥ ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ചില ഭാഗങ്ങൾ ഭയങ്കര ലാഗായിട്ട് പോകുന്നുണ്ട്. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ലാഗാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഡേവ് ബാറ്റിസ്റ്റയുടെ അഭിനയം പലയിടത്തും പതറി പോകുന്നതായിട്ട് തോന്നി. കൂടാതെ മറിയ ക്രൂസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണെങ്കിൽ എന്ത് ചെയ്താലും ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റിയാണ്. അങ്ങനെ മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോഴത്തെ ഡോൺ ഓഫ് ദി ഡെഡ് കണ്ടിട്ട് ആരും പോയി ആർമി ഓഫ് ദി ഡെഡ് സെയിം സ്പിൻ ഓഫ് ആണ്, അല്ലെങ്കിൽ ആ സെയിം ഡയറക്ടറിൻ്റെ എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമൊന്നുമില്ല. ഭയങ്കര മോശം. ഡോൺ ഓഫ് ദി ഡെഡിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സോളിഡ് സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇതിനകത്ത് വരുമ്പോൾ സോളിഡ് സ്ക്രിപ്റ്റ് അല്ല, ഭയങ്കര ലൂസ് സെൻസ് ഉള്ള സ്ക്രിപ്റ്റാണ്. നമുക്ക് പല ഭാഗങ്ങളും ഭയങ്കര ബോറിങ് ആൻഡ് അല്ലെങ്കിൽ ചന്ദനമഴ സീരിയൽ കാണുന്ന പോലെയൊക്കെ അവസാനം തോന്നിയത്. ഇമോഷണൽ രംഗങ്ങൾ ഭയങ്കര കൂടുതലുമാണ്. അതൊക്കെ ഈ പറഞ്ഞ നായകന്മാരും കൂടെ ചെയ്ത് ഫലിപ്പിക്കുന്നത് വളരെ മോശമായിട്ടാണ് താനും. അങ്ങനെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഒരു 5-ൽ 2.5 പോലും എനിക്ക് റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന സിനിമയാണ്. IMDb റേറ്റിംഗ് എന്തായാലും 5.8 ഉണ്ട്. സംഭവം 1 ടൈം വാച്ചബിൾ ആണ്. കാരണം ഗ്രാഫിക്സും ആ സോംബീസിന്റെ, ഈ ആൽഫ സോംബീസിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ ഒരു വെറൈറ്റി സോംബി മൂവിയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഡയറക്ഷനും സ്ക്രിപ്റ്റും കൊണ്ട് മൊത്തത്തിൽ ഡയറക്ഷൻ സൂപ്പറാണ്. ആക്ടിങ്ങും സ്ക്രിപ്റ്റും കൊണ്ട് മൊത്തത്തിൽ പടം തൊലച്ചു പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബാറ്റിസ്റ്റ സെറ്റപ്പ് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് പടത്തിലൊക്കെ സെറ്റായി വിടുന്നുണ്ട്. പക്ഷേ ആ ടൈമിൽ 2023 ഇറങ്ങിയ പടമായതുകൊണ്ട് ചിലപ്പോൾ പുള്ളി പിച്ച് വെക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇമോഷണൽ സീൻസ് വരുമ്പോഴത്തേക്ക് പുള്ളി ശരിക്കും ലാഗ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് പല ഭാഗങ്ങളിലും. ചില ഭാഗങ്ങൾ നല്ലവണ്ണം ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ആർമി ഓഫ് ദി ഡെഡ് നിങ്ങൾക്കൊരു സോംബി ലവർ ആണെങ്കിൽ, എന്നെ പോലെ സോംബി മൂവി ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആണ്. പക്ഷേ ഞാൻ 1 ടൈം വാച്ചേ പറയത്തുള്ളൂ. ഡോൺ ഓഫ് ദി ഡെഡ് പോലത്തെ ഒരു വിസ്മയം ഒന്നും കരുതി ഈ സിനിമ കാണേണ്ട. ഒരു തട്ടിക്കൂട്ടി കാണാൻ പറ്റിയ സിനിമ എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു.